ഇപ്പോൾ എല്ലാ ബുധനാഴ്ചയും ഏറ്റവും ആദ്യം മുഖ്യമന്ത്രിയുടെ നുണ വരും. ആ നുണയെ പൊളിച്ചടക്കുന്ന LDFന്റെ പത്രസമ്മേളനം തുടരെ വരും. ബുധനാഴ്ച ആണെന്നൊക്കെ പറഞ്ഞാൽ എന്റെ പൊന്നെ എങ്ങനെയൊക്കെ ഇരുന്ന് പറയാൻ എല്ലാവർക്കും പറ്റും. 10 മിനിറ്റ് കൊണ്ട് മുനമ്പം പ്രശ്നം പരിഹരിക്കുമെന്ന് പറഞ്ഞതും, അതുപോലെ പൂവിൽ നിന്ന് തേൻ കുടിക്കുന്നത് പോലെ കടം വാങ്ങിക്കാതെ ബജറ്റ് ഖജനാവ് നിറയ്ക്കുമെന്ന് പറഞ്ഞൊക്കെ നമ്മുടെ മുന്നിലുണ്ടല്ലോ. 60 ദിവസം കൊണ്ട് 10,400 കോടി രൂപ കടമെടുത്തിട്ടാണ് ഇതേ മുഖ്യമന്ത്രി വന്നിരിക്കുന്നത്. ബേസിലിനെ വല്ലാതെ അലോസരപ്പെടുത്തിയതും വിമർശിച്ചതുമായ ഒരു ടേം അരുണിൽ നിന്ന് വന്നു, ബുധനാഴ്ച നുണകൾ എന്നുള്ളത്. ഒരു ചെറിയ വീഡിയോ. Already Supreme Court dismissed this petition, dismissed that petition. There is a provision in the act passed by the parliament that there should be an appointment of 2 non-Muslims. Somebody challenged and the Supreme Court dismissed that petition. അതായത് മിനിമം അംഗങ്ങൾ അമുസ്ലിം അംഗങ്ങൾ 2 എണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നിയമത്തിൽ. അതായത് 7 വരെ ആവാം. 7 വരെ ആയ വഖഫിലെ ഭൂരിപക്ഷം അമുസ്ലിങ്ങൾക്കാവും വഖഫ് ബോർഡിൽ. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു മിനിമം എന്നുള്ളത് 3 ഈ 14 ഇടപെട്ടില്ല. ഇത് മാത്രം വെച്ചു 3 പേര് എന്നുള്ള അല്ല മാക്സിമം എന്നുള്ളത് 3 മാക്സിമം 7 വരെ പോകാമായിരുന്നത് 3 മാക്സിമം 3 പോകാൻ പറ്റുള്ളൂ, മിനിമം 2 ആക്കി. അതിൻ്റെ അർത്ഥം എന്താ? അത് ചെയ്യണമെന്ന് കോടതിയുടെ വിധി വരട്ടെ. ബേസിൽ ഇതാണ് പ്രശ്നം. ഒരു ബുധനാഴ്ച പറയുന്നു കേസുകളൊക്കെ സുപ്രീം കോടതി തള്ളി, അടുത്ത ബുധനാഴ്ച പറയുന്നു കേസിൽ സുപ്രീം കോടതിയുടെ വിധി വരട്ടെ. തള്ളിയ കേസിൽ എങ്ങനെയാണ് സുപ്രീം കോടതി വിധി പറയുക എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെക്കുറിച്ച് ബുധനാഴ്ച നുണ പറയുന്നയാൾ എന്ന് രാഷ്ട്രീയമായി വിമർശിക്കുന്നത്. അതാ മറ്റൊരു സാമ്പിൾ കൂടി. PM ശ്രീയിലും UDF തർക്കം തുടരുകയാണ്. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലും PM ശ്രീ ഉപസമിതി റിപ്പോർട്ട് സർക്കാർ പരിഗണിച്ചില്ല. കഴിഞ്ഞ ക്യാബിനറ്റിൽ പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ ആദ്യം കേൾക്കാം. ക്യാബിനറ്റിൽ വന്നിട്ടില്ല, അടുത്ത ആഴ്ചത്തെ ക്യാബിനറ്റിൽ വരും. എന്നാൽ അതേ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ മറുപടി വിചിത്രമാണ്. വ്യക്തമായ മറുപടി പറയാതെ മുഖ്യമന്ത്രിയുടെ ഒളിച്ചുകളി. PM ശ്രീയെ സംബന്ധിച്ച് കഴിഞ്ഞതിന്റെ മുൻപിലത്തെ ക്യാബിനറ്റിൽ തന്നെ വരുമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ക്യാബിനറ്റ് കഴിഞ്ഞ് വന്നില്ല, ഇപ്പൊ ഇന്നത്തെ ക്യാബിനറ്റ് വന്നിട്ടുണ്ട്. എന്താണ് അല്ല ആരാണ് പറഞ്ഞത് കഴിഞ്ഞ ക്യാബിനറ്റിൽ വരുമെന്ന്? ഇല്ല നിങ്ങൾ വാർത്ത കൊടുക്കുകയാണ്. അത് വരുമെന്ന് ക്യാബിനറ്റിൽ ആ റിപ്പോർട്ട് വരുമ്പോൾ ക്യാബിനറ്റ് പരിശോധിക്കും. വരട്ടെ, വരുമ്പോൾ പരിശോധിക്കും. ബേസിൽ ഇതാണ് പ്രശ്നം. ആ നിലപാട് തിരുത്തേണ്ട കാര്യങ്ങളെ തിരുത്താൻ മുന്നോട്ട് പോകും. അതേന്ന് പ്രതിപക്ഷ നേതാവല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. വളരെ ക്ലിയറായി അദ്ദേഹം കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ മന്ത്രിസഭാ യോഗത്തിന് ശേഷം പറഞ്ഞത് കേട്ടു. തൊട്ടടുത്ത തവണ അത് ചോദിക്കുമ്പോൾ ആരങ്ങനെയൊക്കെ പറഞ്ഞു എന്ന തരത്തിലേക്കൊരു മുഖ്യമന്ത്രി പെരുമാറാമോ, വിശദീകരിക്കാമോ? ആളുകൾക്ക് ആ വ്യത്യാസം മനസ്സിലാവില്ല. അതൊരു തെറ്റുതിരുത്തലായി ആളുകൾ എടുക്കുമോ? ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞ ഭൂരിഭാഗം കാര്യങ്ങളും അടുത്ത ബുധനാഴ്ച മാറ്റി പറയും. അത്രയേ ഉള്ളൂ.